വെൽക്കം. തഹ്മനാണ്. ഫാർമക്കോഡൈനാമിക്സ് വീഡിയോ സീരീസിലെ നമ്മുടെ ഇത് 9ാമത്തെ വീഡിയോ ആണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൗ ഡ്രഗ്സ് ആക്ട്, മരുന്നുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു. സോ ദേ ആർ ആക്ടിങ് ത്രൂ റിസെപ്റ്റേഴ്സ്. സോ 3 റിസെപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒന്ന് ലിഗൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ്, ഇത് നമ്മൾ സംസാരിച്ചു. ദെൻ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു. എൻസൈം ലിങ്ക്ഡ്, മൂന്നാമത്തെ റിസെപ്റ്റർ എൻസൈം ലിങ്ക്ഡ് റിസെപ്റ്റേഴ്സ് ഓർ കൈനേസിസ് ലിങ്ക്ഡ് റിസെപ്റ്റേഴ്സ്. ഇത്രയും 3 നമ്മൾ പറഞ്ഞു. അപ്പോൾ 4ാമത്തെ റിസെപ്റ്റർ ആണ് ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സ് ഓർ ന്യൂക്ലിയർ ബാർ ഇൻട്രാസെല്ലുലാർ റിസെപ്റ്റേഴ്സ്. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ എന്താണ് ഇവ പ്രധാനപ്പെട്ട വ്യത്യാസം, മറ്റ് റിസെപ്റ്റേഴ്സുകളിൽ നിന്ന് പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് റിസെപ്റ്റേഴ്സ് എല്ലാം തന്നെ ട്രാൻസ് മെംബ്രെയിൻ റിസെപ്റ്റേഴ്സ് ആയിരുന്നു. They are on the cell membrane. But these receptors are, പക്ഷെ അവിടെയല്ല. They can be in the cytoplasm or they can be in the nucleus. ന്യൂക്ലിയസിലാകാം, സൈറ്റോപ്ലാസത്തിലാകാം. സോ ദീസ് ആർ ഇൻട്രാസെല്ലുലാർ, സെല്ലിന്റെ അകത്താണ്. ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ സെൽ മെംബ്രെയിന്റെ ഉള്ളിലാണ്, ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം ഓർ സൈറ്റോസോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂക്ലിയസിലാകാം. സോ ഒരു മരുന്നിനപ്പം ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ they have to cross the cell membrane. സെൽ മെംബ്രെയിൻ കടന്നു വരണം. സോ they have to be ലിപ്പോഫിലിക് ആയിരിക്കണം, അല്ലെങ്കിൽ സ്മോൾ മോളിക്കുലാർ വെയിറ്റ് ഉള്ളതിന് മാത്രമേ ഒട്ടിച്ചേരാൻ പറ്റുള്ളൂ. സോ the ligand should be such that they have to be lipophilic or they have to be with short or small molecular weight ഉള്ള സാധനങ്ങൾക്ക് മാത്രമായിരിക്കും അകത്ത് കയറി ഇതിൽ ഒട്ടിച്ചേരാൻ പറ്റുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ദേ ആർ ഇൻട്രാസെല്ലുലാർ ഓർ ന്യൂക്ലിയർ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പേര് ന്യൂക്ലിയർ ഓർ ഇൻട്രാസെല്ലുലാർ റിസെപ്റ്റേഴ്സ് എന്ന് ഇട്ടിരിക്കും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ റിസെപ്റ്ററുകൾക്ക് നേരിട്ട് DNA-യിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ദ സെക്കൻഡ് പോയിന്റ്. സോ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് DNA ആണെങ്കിൽ they can bind to the DNA, നേരിട്ട് ഒട്ടിച്ചേരാൻ പറ്റും. and they act like a transcription ഫാക്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ പ്രോട്ടീൻ സിന്തസിസിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. സോ ഇവയെ നമുക്ക് വിളിക്കാവുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ലൈക്ക് റിസെപ്റ്റർ എന്നും വിളിക്കാം. ബിക്കോസ് ദേ ക്യാൻ ബൈൻഡ് ടു ദ DNA ഡയറക്റ്റ്. സോ DNA ബൈൻഡ് ചെയ്യാനായിട്ട് അവർക്ക് ചെറിയ ഹുക്ക് പോലെയുള്ള ഒരു സംഭവം ഉണ്ട്, അത് ക്രോമാറ്റിനിൽ ഒട്ടിച്ചേരാൻ പറ്റും. ഇനി നമുക്ക് ഈ ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സോ ഞാൻ ബേസിക് ഔട്ട്ലൈൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒരു പ്രോട്ടീൻ ആണ്. സോ ദർ മസ്റ്റ് ഹാവ് ആൻ അമിനോ ടെർമിനൽ, ഒരു അമിനോ ടെർമിനൽ കാണണം. ദെൻ ഇവിടെ ഒരു കാർബോക്സി ടെർമിനൽ കൂടി കാണണം, COH. ഇവിടെ രണ്ട് സ്ഥലത്തും വൺ ഏരിയ, ഒരു പ്രത്യേകപ്പെട്ട ഏരിയ ഉണ്ട്. അതിനെ നമുക്ക് ഡൊമൈൻ, നമ്മൾ ഏരിയ ഡൊമൈൻ എന്നാണ് പറയാ. ഈ ഡൊമൈനെ നമുക്ക് AF1 ആൻഡ് AF2 എന്ന് വിളിക്കാം. AF1 എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ ഫാക്ടർ 1 ആണ്, ആക്ടിവേഷൻ ഫാക്ടർ 1. AF2 ആക്ടിവേഷൻ ഫാക്ടർ 2. ചില റിസെപ്റ്റർ ഇത് ഉണ്ടാവില്ല, എങ്കിലും ആക്ടിവേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ ഇപ്പോൾ DNA-ൽ ഒട്ടിച്ചേരുമ്പോൾ DNA-ൽ പലപ്പോഴും കോ റിപ്രസേഴ്സ് ഒക്കെ ഉണ്ടാവും. സോ അതിനെ മാറ്റണം, അല്ലെങ്കിൽ ഇത് കോ ആക്ടിവേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡൊമൈൻ ആണ് AF1 ആൻഡ് AF2. ഇനി രണ്ടാമത്തെ ഭാഗം ഓർ രണ്ടാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് DNA ബൈൻഡിങ് ഡൊമൈൻ ആണ്. DNA ബൈൻഡിങ് ഡൊമൈൻ എന്ന് പറയുന്ന റീജിയൻ ആണ്. നമുക്ക് DNA ബൈൻഡിങ് ഡൊമൈൻ, DND എന്ന് നമുക്ക് എഴുതാം. ഇതാണ് റിസെപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സോ DNA-ൽ ഒട്ടിച്ചേരുന്ന ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ഭാഗത്ത് ഒട്ടിച്ചേരണമെങ്കിൽ DNA-യുടെ സീക്വൻസ് ഏതാണെന്ന് അറിയണം, അല്ലെ? ആ DNA-യുടെ സീക്വൻസ് അറിഞ്ഞാൽ മാത്രമേ ആ ഭാഗത്ത് ഒട്ടിച്ചേരാൻ പറ്റും. സോ ഈ ഭാഗം DNA സീക്വൻസ് സെൻസിങ് ഭാഗമാണ്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നത് DNA-യുടെ സിങ് ഫിംഗർ മോട്ടീഫ് എന്നാണ്. ഓക്കെ, സിങ് ഫിംഗർ മോട്ടീഫ് എന്നാണ് നമ്മൾ ഈ ഭാഗത്തെ പറയുക. സോ ഇതിന് ഹുക്ക് പോലെ 2 ഭാഗങ്ങളുണ്ട്. ഇതിനെ P ബോക്സ് എന്ന് പറയും, P ബോക്സ്. ഇതിനെ നമുക്ക് D ബോക്സ് എന്നാണ് വിളിക്കുക, P ബോക്സ് ആൻഡ് D ബോക്സ്. നമ്മൾ ലിഗൻഡ് ഒട്ടിച്ചേരുന്ന റിസെപ്റ്ററെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ലിഗൻഡ് ഒട്ടിച്ചേരാനായിട്ടുള്ള ഒരു ഡൊമൈൻ വേണം. സോ ദിസ് തേർഡ് റീജിയൻ ഈസ് ദ ലിഗൻഡ് ബൈൻഡിങ് ഡൊമൈൻ. ഇനി വരുന്നത് ലിഗൻഡ് ബൈൻഡിങ് ഡൊമൈൻ. ഓക്കെ, അത് ഇതാണ്. സോ ഇവിടെയാണ് ഡ്രഗ്സ് ഓർ വൈറ്റമിൻസ് ഓർ ഹോർമോൺസ് പോലെയുള്ളതാണ് പ്രധാനമായിട്ടും. ഹോർമോൺസ് ഒക്കെയാണ് പ്രധാനം. സോ അതൊക്കെ വന്ന് ഒട്ടിച്ചേരുന്നത് ഈ ഇവിടെയാണ്. ആൻഡ് ദിസ് ഏരിയ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് അതിനെ ഹിഞ്ച് റീജിയൻ എന്നാണ് പറയാം. ഹിഞ്ച് റീജിയനിലാണ് നമ്മളുടെ ലിഗൻസ് ഓർ ഡ്രഗ്സ് വന്ന് ബൈൻഡ്. സോ ഇതാണ് ഇവയുടെ ഒരു ജനറൽ സ്ട്രക്ചർ. ഇനി ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ അത് പറയാനായിട്ട് നമുക്ക് ഇവ രണ്ടാക്കി തിരിക്കും. 1 സൈറ്റോപ്ലാസത്തിനകത്തുള്ളത്, സൈറ്റോപ്ലാസത്തിൽ ഉള്ള ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ റിസെപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്തുള്ളത്, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ളത്. സോ ഇങ്ങനെ രണ്ടാക്കി തിരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുക. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് വിൽ ടോക്ക് അബൌട്ട് ദ സൈറ്റോപ്ലാസ്മിക്
ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് പറയാം. സോ ഇതാണ് അതിനൊരു എക്സാമ്പിൾ. സാധാരണ ഈ റിസപ്റ്റേഴ്സ് ലിഗൻഡ് ഒട്ടിച്ചേർന്നിട്ടില്ല എങ്കിൽ ലിഗൻഡ് ഇവിടെ മരുന്നൊന്നും ഒട്ടിച്ചേർന്നിട്ടില്ല, ലിഗൻഡ് ബൈൻഡിങ് ഡൊമൈനിൽ മരുന്ന് ഒട്ടിച്ചേർന്നിട്ടില്ല, ഇവിടെയാണ് ഒട്ടിച്ചേരുക നമ്മൾ പറഞ്ഞു, അവിടെ ഒട്ടിച്ചേർന്നിട്ടില്ല. സോ ഇവിടെ there is another protein. ആ പ്രോട്ടീനെ നമ്മൾ വിളിക്കുക HSP എന്നാണ്, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ എന്നാണ് പറയുക. സോ അത് 70 ഉണ്ട്, 90 ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ഒട്ടിച്ചേർന്നിരിക്കുകയായിരുന്നു. സോ ഈ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസപ്റ്റേഴ്സ് ആർ ഇൻ ഇനാക്ടിവേറ്റഡ് സ്റ്റേജ് ആണ്. ഇനാക്ടിവേറ്റഡ് സ്റ്റേജിലാണ് HSP പ്രോട്ടീൻസ് ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥ. ഓർ ഇൻ എ സ്റ്റെബിലൈസ്ഡ് സ്റ്റേറ്റ്. സ്റ്റെബിലൈസ്ഡ് സ്റ്റേറ്റ് ഒന്നും ചെയ്യുന്നില്ല ഈ റിസപ്റ്റർ. സോ HSP പ്രോട്ടീൻ ഉള്ള റിസപ്റ്റർ ഈസ് നോട്ട് ബൈൻഡിങ് ടു ദ DNA. DNA-യിൽ ഒട്ടിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുക. ആൻഡ് ഇതിന്റെ കൂടെ ചില കോ റിപ്രസേഴ്സ് കൂടി ഉണ്ടാവും. കോ റിപ്രസേഴ്സ് ഇവിടെ ഞാൻ വരയ്ക്കാം, ഇതൊരു കോ റിപ്രസർ ആണ് എന്ന് കരുതുക. സോ ഈ അവസ്ഥയ്ക്ക് റിസപ്റ്ററിൽ സൈറ്റോപ്ലാസത്തിൽ തന്നെ തുടരാനേ പറ്റൂ, DNA-യിലേക്ക് പോയി ഒട്ടിച്ചേരാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത സിറ്റുവേഷൻ ആണ്. നൗ എ ലിഗൻഡ് വരുന്നു, അത് ലിഗൻഡ് ബൈൻഡിങ് ഡൊമൈൻ ഇവിടെയാണ് നമ്മൾ പറഞ്ഞു, ഇവിടെ വന്ന് ലിഗൻഡ് ഒട്ടിച്ചേരുകയാണെന്ന് വിചാരിക്കാം. ഈ ഹിഞ്ച് റീജിയനിൽ ലിഗൻഡ് ബൈൻഡിങ് ഡൊമൈനിൽ ലിഗൻഡ് വന്ന് ഒട്ടിച്ചേരുമ്പോൾ ദിസ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ ഇത് ഇവിടെ നിന്ന് വിട്ടുപോകും. സോ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ ഈസ് നൗ റിമൂവ്ഡ്. HSP പുറത്തായി. സോ HSP പുറത്താകുമ്പോൾ അതിനോടൊപ്പം കോ റിപ്രസേഴ്സ് വിൽ ഓൾസോ ഗെറ്റ് അൺബൗണ്ട്. കോ റിപ്രസേഴ്സും ഇതിൽ നിന്ന് പുറത്തു പോകുന്നു. സോ ഇപ്പോൾ റിസപ്റ്റേഴ്സ് ആർ ഇൻ ആൻ ആക്ടിവേറ്റഡ് സ്റ്റേജ് ആയി. ആക്ടിവേറ്റഡ് സ്റ്റേജ്. സോ ബൈൻഡിങ് ഓഫ് ദ ലിഗൻഡ് റിമൂവ്സ് ഓർ മേക്സ് ദ റിസപ്റ്റർ ആക്റ്റീവ്. റിസപ്റ്ററിനെ ആക്റ്റീവ് ആക്കുന്നു. അത് HSP പ്രോട്ടീൻ സ്റ്റെബിലൈസ് ചെയ്തിരുന്ന HSP പ്രോട്ടീനെ എല്ലാം മാറ്റി റിസപ്റ്റേഴ്സ് ആർ നൗ ഇൻ ആൻ ആക്ടിവേറ്റഡ് സ്റ്റേജ്. സോ ഇങ്ങനെ രണ്ട് റിസപ്റ്ററുകൾ ഒരേ സമയം ആക്ടിവേറ്റഡ് ആവുന്നു വിചാരിക്കുക. സോ രണ്ട് റിസപ്റ്ററുകൾ, ഒന്നത് ഇവിടെ ഒരു ലിഗൻഡ് ഉണ്ട്, അടുത്തത് ഇങ്ങനെ, ഇത് രണ്ടും ആക്ടിവേറ്റഡ് ആയാൽ സോ നൗ ദീസ് ടു ക്യാൻ ഫോം എ ഡൈമർ. ഇതൊരു ഡൈമർ ആയിട്ട് വർക്ക് ചെയ്യും. സോ അതിനെ നമ്മൾ ഡൈമറൈസേഷൻ എന്നാണ് വിളിക്കുക. ഡൈമറൈസേഷൻ. സോ ഇപ്പോ ഡൈമറായി, രണ്ടും കൂടി ഒട്ടിച്ചേർന്നു. ഒരേപോലുള്ള രണ്ട് റിസപ്റ്ററുകളാണ് ഒട്ടിച്ചേരുന്നത്. സൈറ്റോപ്ലാസത്തിലുള്ള ഏതെങ്കിലും രണ്ട് ഡൈമർ ഒട്ടിച്ചേർന്നാൽ പോരാ, ഒരേപോലെയുള്ള ഡൈമർ ആയിരിക്കണം. ഒരേപോലെയുള്ളതിനെ നമ്മൾ ഹോമോഡൈമർ എന്നാണ് പറയുക. വെച്ചാൽ ഈ ലിഗൻഡ് ഒട്ടിച്ചേരാൻ കഴിവുള്ളതായിരിക്കണം ഇതും ഇതും. സോ ഒരേപോലുള്ള രണ്ട് റിസപ്റ്ററുകൾ ഒട്ടിച്ചേരുമ്പോഴാണ് ഹോമോഡൈമർ ആവുക. വൺസ് ഹോമോഡൈമർ ആയി കഴിഞ്ഞാൽ ദിസ് ക്യാൻ നൗ മൂവ് ടു ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തേക്ക്, ഇത് മൊത്തം സൈറ്റോപ്ലാസമായിട്ട് കൂട്ടുകയാണെങ്കിൽ ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് DNA ഇങ്ങനെ ഇരിക്കുക. ഈ DNA-യിൽ പോയി നൗ ദിസ് ക്യാൻ ഗെറ്റ് ബൈൻഡ്. നൗ ഡൈമറായി കഴിഞ്ഞാൽ അത് ന്യൂക്ലിയസിനകത്തേക്ക് പോകുന്നു പറഞ്ഞു. ഇനി ഞാൻ DNA ആണ്, ഇത് DNA രണ്ട് സ്റ്റാൻഡാണെന്ന് കൂട്ടുക. സോ ഇവിടെ ഒരെണ്ണം ആൻഡ് ഇവിടെ. നൗ ഇത് ഡൈമറാണ്. സോ ന്യൂക്ലിയർ റിസപ്റ്റർ 1 ആണ്, ന്യൂക്ലിയർ റിസപ്റ്റർ 2. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഡൈമർ ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. സോ ഒട്ടിച്ചേരാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ സിങ്ക് ഫിംഗർ മോട്ടീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ DNA-യുടെ ആ സ്പെഷ്യൽ സീക്വൻസിൽ മാത്രമാണ് ഇവയ്ക്ക് ഒട്ടിച്ചേരാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ വന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ദിസ് ഈസ് നൗ എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആയിട്ടാണ് ഇനി ഇത് വർക്ക് ചെയ്യുക. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കി എല്ലാം കോ ആക്ടിവേറ്റേഴ്സ് എല്ലാം കൂടെ വന്ന് ഒട്ടിച്ചേരും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, RNA പോളിമറൈസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും നൗ ദിസ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ mRNA ഉണ്ടാക്കും. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസ്. സോ ഈ DNA-യിൽ വന്ന് ഒട്ടിച്ചേരുന്ന ഈ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് ഹോർമോൺ റെസ്പോൺസീവ് എലമെന്റ് എന്നാണ് പറയുക. ഹോർമോൺ റെസ്പോൺസീവ് എലമെന്റ്. ഉദാഹരണത്തിന് ഈസ്ട്രോജൻ ആണെങ്കിൽ ഈസ്ട്രോജൻ റെസ്പോൺസീവ് എലമെന്റ് ഉണ്ടാകും. പ്രൊജസ്ട്രോൺ ആണെങ്കിൽ പ്രൊജസ്ട്രോൺ റെസ്പോൺസീവ് എലമെന്റ്. ദെൻ ടെസ്റ്റോസ്റ്റെറോൺ ആണെങ്കിൽ ആൻഡ്രോജൻ റെസ്പോൺസീവ് എലമെന്റ്. സോ അവിടെയാണ് ഇത് വന്ന് ഒട്ടിച്ചേരുക. ആ സീക്വൻസ് അവിടെ മാത്രമാണ് ഇതിന് വന്ന് ഒട്ടിച്ചേരാനായിട്ട് പറ്റുക. ആൻഡ് ദിസ് നൗ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ബിഗിൻ ടു പ്രൊഡ്യൂസ് സം mRNA ആൻഡ് ദിസ് റൈബോസോമിലേക്ക് പോവുക, പ്രോട്ടീൻ ആവുക ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസ് ആക്ഷൻ. സോ പ്രത്യേകത നേരിട്ട് DNA-യിൽ വന്ന് ബൈൻഡ് ചെയ്യാം ഈ റിസപ്റ്ററിന്. സോ ആക്ഷൻസ് കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ പഠിച്ച എൻസൈം ലിങ്ക്ഡ് റിസപ്റ്ററിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിലായിരിക്കും നടക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ തരം നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് ന്യൂക്ലിയസിനകത്താണെന്ന് നമുക്കറിയാം. സോ ഇത് DNA, ഇതാണ് ഞാൻ DNA, ന്യൂക്ലിയസിന് അകത്തുള്ള DNA ആണത്. DNA-യിൽ നേരത്തെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല രണ്ട് ഭാഗം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഡൈമർ, ഓൾറെഡി എ ഡൈമർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഡൈമറിന്റെ പ്രത്യേകത, മറ്റേ നമ്മൾ പറഞ്ഞത് ഹോമോ ഡൈമർ ആണെങ്കിൽ ഇത് ഞാൻ രണ്ടും രണ്ട് കളറിലാണ് വരച്ചിരിക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ് ഒരു സീക്വൻസ് ആണ്. ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിസപ്റ്റർ ആണ്. സോ ഇറ്റ്സ് എ ഹെറ്ററോ
ഹെറ്ററോഡൈമർ ആയിട്ടാണ് ഇരിക്കുക. സോ ഹെറ്ററോഡൈമർ ആയിട്ടാണ്. സോ രണ്ട് റിസപ്റ്ററിന്റെ ഭാഗവും വ്യത്യസ്തമാണ് എന്നതാണ് പ്രത്യേകത. മറ്റേതിനകത്ത് ഇൻട്രാ സെല്ലുലാർ സൈറ്റോസോളിക് ആണെങ്കിൽ രണ്ടും ചേരുമ്പോൾ ഹോമോഡൈമേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ഇനി ഈ മോണോമർ മിക്കവാറും ദിസ് ഈസ് റെറ്റിനോയിഡ് എക്സ് ആണ്. റെറ്റിനോയിഡ് എക്സ് ടൈപ്പ് റിസപ്റ്റർ ആയിരിക്കും. റെറ്റിനോയിഡ് എക്സ് ടൈപ്പ് ഓഫ് റിസപ്റ്റർ ആയിരിക്കും മിക്കവാറും മോണോമറിലുള്ളത്. ഇതിനകത്താണ് ലിഗൻഡ് വന്ന് ഒട്ടിച്ചേരും. സോ ഇത് ഓൾറെഡി DNA-യിലാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ പ്രവർത്തനമില്ല. എന്തുകൊണ്ടാണ് പ്രവർത്തനം ഇല്ലാത്തത്? ഇതിന് കാരണം ഇതിൽ നേരത്തെ ചില റിപ്രസർ സംഭവങ്ങളൊക്കെ ചേർന്നിരിക്കുകയാണ്. റിപ്രസർ കോംപ്ലക്സുകളെല്ലാം വന്ന് ഒട്ടിച്ചേർന്ന് ഇപ്പൊ സ്മാർട്ട് എൻകോർ, സോ ഒരുപാട് ടൈപ്പ് ഓഫ് റിപ്രസർ ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഇത് സെയിം ലൈക്ക് സൈറ്റോസോളിക് നമ്മൾ കണ്ടത് HSP ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് പോലെ തന്നെയാണ്. ഇത് ഒട്ടിച്ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇത് പ്രവർത്തനം ഇല്ലായിരുന്നു. അപ്പൊ ഇനി ഇവിടെ വന്നാണ് നമ്മളുടെ ലിഗൻഡ്, നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഓർ ലിഗൻഡ് ഇവിടെ വന്നായിരിക്കും ഒട്ടിച്ചേരുക. സോ ഇവിടെ ഞാൻ ലിഗൻഡ് വന്ന് ഒട്ടിച്ചേർന്ന് പടം ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ലിഗൻഡ് ഇവിടെ വന്നാണ് ഒട്ടിച്ചേരുക നമ്മൾ പറഞ്ഞു. ലിഗൻഡ് ഇവിടെ ആയിരുന്നു, അതിന്റെ സെയിം പടം തന്നെയാണ്. സോ ലിഗൻഡ് വന്ന് ഒട്ടിച്ചേരുമ്പോൾ ഈ റിസപ്റ്ററിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ റിപ്രസർ കോംപ്ലക്സ് ഇതെല്ലാം ഇവിടെ നിന്ന് പോയി. സോ ഇവിടെ അതൊന്നും ഇപ്പൊ ഇല്ല. ഓക്കെ, റിപ്രസേഴ്സ് എല്ലാം പോയി. അതിനെ നമ്മൾ സാധാരണ നശിപ്പിക്കുന്നതിനെ യുബിക്വിറ്റിനേഷൻ എന്നൊക്കെയാണ് പറയുക. യുബിക്വിറ്റിൻ ടാഗ് ചെയ്യുന്നു, ദെൻ പ്രോട്ടിയോസോമിലേക്ക് വിടുന്നു, നശിപ്പിക്കുന്നു. ആൻഡ് മാത്രമല്ല അഡീഷണൽ ആയിട്ട് വി ക്യാൻ സീ ദാറ്റ് ദർ ആർ സർട്ടൻ അതർ പ്രോട്ടീൻസ് കം ആൻഡ് ബൈൻഡ് ഹിയർ. ഇവിടെ വന്ന് അഡീഷണൽ ആയിട്ട് സോ റിപ്രസർ പോവുകയും റിപ്രസർ പോയി കോ ആക്ടിവേറ്റേഴ്സ് വന്ന് ഒട്ടിച്ചേരുകയും ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സോ നൗ ആക്ടിവേറ്റർ കോംപ്ലക്സ് ആയി. ഈ ആക്ടിവേറ്റർ കോംപ്ലക്സിന് ഇനി DNA ഉള്ള സീക്വൻസിൽ നിന്ന് mRNA ഉണ്ടാക്കും. സോ mRNA ഉണ്ടായി, പിന്നെ അത് റൈബോസോമിലേക്ക് പോയി പ്രോട്ടീൻ ഉണ്ടാകും. സോ നമ്മുടെ ലിഗൻഡ് ഓർ ഡ്രഗ് റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് എന്താ ചെയ്യുക? റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും റിപ്രസർ കോംപ്ലക്സിനെ മാറ്റി നൗ ദിസ് വിൽ ബി ടേൺ ടു ആൻ ആക്ടിവേറ്റർ കോംപ്ലക്സ്. സോ റിപ്രസർ കോംപ്ലക്സിനെ മാറ്റി ആക്ടിവേറ്റർ കോംപ്ലക്സ് ആക്കുന്ന പണിയാണ് ഡ്രഗുകൾ ഓർ ലിഗൻഡ് ചെയ്യുന്നത്. സോ ഇതാണ് ന്യൂക്ലിയർ അകത്തുള്ള ന്യൂക്ലിയസിനകത്ത് DNA ഒട്ടിച്ചേർന്നിരിക്കുന്ന തരം റിസപ്റ്റേഴ്സിന്റെ ഫംഗ്ഷൻ. സോ രണ്ടുതരം ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ റിസപ്റ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ക്ലാസിഫിക്കേഷൻ പണ്ടൊക്കെ ചെയ്തിരുന്നത് എൻഡോക്രൈൻ, അങ്ങനെ ഒരു പേരുണ്ട്, എൻഡോക്രൈൻ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. അഡോപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഫാൻ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. സോ ഇങ്ങനെയായിരുന്നു ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ടൈപ്പ് 1, 2, 3, 4 ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അല്ലെങ്കിൽ ഇതിൽ തന്നെ ക്ലാസ് 1, 2, 3, 4 അങ്ങനെയും ക്ലാസിഫൈ ചെയ്തിരുന്നു. ടൈപ്പ് 1, 2, 3, 4 മെക്കാനിസ്റ്റിക് ക്ലാസ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ന്യൂക്ലിയർ റിസപ്റ്ററിന്റെ ഹോമോളജി നോക്കിയിട്ടാണ്, ഹോമോളജി അനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. സോ ക്ലാസിഫിക്കേഷനിലെ ന്യൂക്ലിയർ റിസപ്റ്റർ എന്ന് പറയാം. സോ ഇതാണ് അതിന്റെ ഷോർട്ട് ഫോം, ന്യൂക്ലിയർ റിസപ്റ്റർ. സബ് ടൈപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ 1 എന്ന് പേര് കൊടുക്കും. ഇതിന് വീണ്ടും സബ് ടൈപ്പ് ഉണ്ടെങ്കിൽ 1A എന്ന് പേര് കൊടുക്കും. ഇതിന് വീണ്ടും സബ് ടൈപ്പ് ഉണ്ടെങ്കിൽ 1A, A1, A2, A3, A4 അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. സോ ദിസ് ദ ന്യൂ മെത്തേഡ്, അഡോപ്റ്റഡ് മെത്തേഡ്. പക്ഷെ നമ്മൾ സാധാരണ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് 1, ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് 2 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മിക്കവാറും ക്ലാസിഫൈ ചെയ്യുക. പക്ഷെ ഇതാണ് മെത്തേഡ്. സോ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ there are 7 ഉണ്ട്. NR0 to NR6 വരെ 7 തരം ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ഉണ്ട്. വൈറ്റമിൻ ഡി ഈസ് NR1 ആണ്. സോ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരും. ഫസ്റ്റ് അല്ല, സെക്കൻഡ് ആണ്, NR0 ഉണ്ടല്ലോ. ദെൻ തൈറോയ്ഡ് NR1 തന്നെയാണ്, പക്ഷെ 1ൽ തന്നെ സബ് ടൈപ്പ് ഉണ്ട്, A ടൈപ്പ്. ദെൻ അനദർ വൺ ഈസ്ട്രോജൻ ഈസ് NR3 ആണ്. NR3 ഗ്രൂപ്പിൽ വരുന്ന A ആണ്, NR3Aയിൽ വരുന്നതാണ്. പക്ഷെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, ആൻഡ്രോജൻസ് ഒക്കെ വീണ്ടും NR3 തന്നെയാണ്. പക്ഷെ അത് അഡീഷണൽ വേറെ ഗ്രൂപ്പുകളായിട്ടായിരിക്കും. NR3C സബ് ടൈപ്സ് ആണ് ഈ പ്രൊജസ്ട്രോൺ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്. സോ വാട്ട് ആർ ദ ലിഗൻസ്? ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ലിഗൻസും ഏതെല്ലാം ആണെന്ന് അറിയാമെങ്കിലും സൈറ്റോപ്ലാസ്മിക്കിൽ ആക്ട് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റേഴ്സ്, ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട, ദാറ്റ് മീൻസ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീനെ മാറ്റി ബൈൻഡ് ചെയ്യുന്ന ഡ്രഗുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രഗ് ഓർ ലിഗൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് ഒന്ന്. ദെൻ മിനറലോകോർട്ടിക്കോയിഡ്സ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക, ദെൻ ആൻഡ്രോജൻസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക, പ്രൊജസ്ട്രോൺസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഈസ്ട്രോജൻസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക, ദെൻ വൈറ്റമിൻ ഡി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇതെല്ലാം സൈറ്റോപ്ലാസ്മിക് ഓർ സൈറ്റോസോളിക് ടൈപ്പ് ആണ്. ഇനി ന്യൂക്ലിയസിൽ ഉള്ള ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഈസ് തൈറോയ്ഡ് ഹോർമോൺസ് എല്ലാം തന്നെ ന്യൂക്ലിയർ ടൈപ്പ് റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുക. ദെൻ PPAR ഗാമ, ഓക്കെ, നമ്മൾ ഡയബറ്റീസിലൊക്കെ പഠിക്കുന്ന. ദെൻ റെറ്റിനോയിഡ് റിസപ്റ്റേഴ്സ്, റെറ്റിനോയിക് ആസിഡ് റിസപ്റ്റേഴ്സ് എല്ലാം. സോ ദീസ് ഓൾ ആർ ന്യൂക്ലിയർ, 2 തരം. ദെൻ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവ ഉണ്ടാക്കുന്ന ആക്ഷൻസ് മിക്കവാറും പെർമനന്റ് ആണ്, ദീർഘനാൾ നിൽക്കുന്ന പെർമനന്റ് ടൈപ്പ് ഓഫ് ആക്ഷൻസ് ആണ്. ബിക്കോസ് ദേ ആർ
പ്രൊഡ്യൂസിങ് certain ന്യൂക്ലിയസിൽ വഴി ആക്ടിവേറ്റ് certain പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നതാണ്. ഓർ ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ആയിരിക്കും ഈ ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ടാക്കുക. മാത്രമല്ല കുറച്ച് സമയം എടുക്കും. കാരണം എന്താ വെച്ചാൽ പ്രോട്ടീനൊക്കെ ഉണ്ടാക്കി എടുക്കണമല്ലോ, പുതിയ പ്രോട്ടീൻസ് ഉണ്ടാക്കണം, അത് പ്രവർത്തിക്കണം, സമയം എടുക്കും. പക്ഷെ മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് റിസപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഫാസ്റ്റ് ആവാനാണ് ചാൻസ്. ബിക്കോസ് മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരുപാട് ഇൻട്രാസെല്ലുലാർ മെക്കാനിസംസ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ന്യൂക്ലിയസിനകത്തേക്ക് ഇടുക. ഇതങ്ങനെയല്ല, ഡ്രഗ് വന്നു സൈറ്റോസോളത്തിൽ പിടിക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് ന്യൂക്ലിയസിൽ പിടിക്കുന്നു, പ്രോട്ടീൻ ഉണ്ടാകും. ദിസ് ഈസ് ലിറ്റിൽ ബിറ്റ് മോർ ഫാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഡിപ്പെൻസ്, രണ്ടിൽ ഏതാണ് ഫാസ്റ്റ് എന്ന് വെച്ചാൽ ആ കണ്ടീഷൻസ്, ആ ഏത് ഡ്രഗുകളൊക്കെയാണ്, ഇന്റർമീഡിയറ്റ്സ് ഏതൊക്കെ ഉണ്ടാവുന്നതെന്ന് അനുസരിച്ചിട്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് പറഞ്ഞു, റിസപ്റ്റേഴ്സ് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തു, ദെൻ സൈറ്റോപ്ലാസ്മിക്കിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗുകൾ അല്ലെങ്കിൽ ലിഗൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ന്യൂക്ലിയസിൽ ആക്ട് ചെയ്യുന്ന ലിഗൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ദെൻ അവയുടെ സവിശേഷതകൾ പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ന്യൂക്ലിയർ ഓർ intracellular receptors. So thank you for watching.